ഇനി വസ്തുതകളൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഇത് ആരോപണങ്ങളാണ് പലതും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം 2 മാസം ആകുമ്പോഴേക്കും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം, ജനാധിപത്യ സമൂഹം ഈ സർക്കാരിനെ പ്രോബ് ചെയ്യാനും നിലയ്ക്ക് നിർത്താനും അതിനെ തിരുത്താനും തയ്യാറായി. നമുക്ക് മുമ്പ് ഇതിൻ്റെയൊക്കെ വളരെ പരിമിതി ഇതൊക്കെ യാഥാർത്ഥ്യം എത്ര നിഷേധിച്ചാലും പണ്ട് ഇത്ര സാധിച്ചിരുന്നില്ല. കാരണം എല്ലാ ആഴ്ചയും ക്യാബിനറ്റ് വിളിച്ച് ബ്രീഫ് ചെയ്തൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. ഫേസ്ബുക്ക് എഴുതി വിടുകയും എഴുതി വായിക്കുകയല്ല ചെയ്യുന്നത്. നേരിട്ട് ക്യാബിനറ്റ് ബ്രീഫിംഗ് ചെയ്ത് ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാനും ചോദ്യങ്ങൾ മറുപടി പറയാനും മുഖ്യമന്ത്രി കേരളത്തിലുള്ളതുകൊണ്ട്. പക്ഷേ അവിടെ മാധ്യമ പ്രവർത്തകർക്ക് വിമർശനമുണ്ട്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൂടുതൽ പ്രോബ് ചെയ്തുകൊണ്ട് കൂടുതൽ വിഷയങ്ങൾ ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. എന്തിനാ കേട്ടിരുന്നത്? നിങ്ങൾ എന്തിനാ കേട്ടിരിക്കുന്ന ബാധ്യത ഉള്ളത്? പറയണ്ടേ? ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് അന്വേഷിക്കുക എന്നുള്ളതാണ്. പ്രൊസീജിയർ നടപ്പാക്കി ഞങ്ങൾ അന്വേഷിക്കുന്നത് പറയണ്ടേ? അത് പറയാനുള്ള ബാധ്യത അദ്ദേഹം അപ്പം മറുപടി ആയി പറയട്ടെ. അപ്പോൾ അതും കൂടി ചെയ്യാനുള്ള ബാധ്യത മാധ്യമപ്രവർത്തനം. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓരോന്നിനും മറുപടി പറയാനുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഫേസ്ബുക്ക് എഴുതി വായിക്കുകയോ ഇല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലൈവായ അന്തരീക്ഷത്തിൽ കേരളത്തിൽ ജനാധിപത്യത്തിന് ഒരു ഭാവി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ സർക്കാർ വിമർശിക്കും. ദാമോദർ സാറേ, ഒരു ചോദ്യം. ഈ എഴുതി വായിക്കുന്ന ഒരു കുഴപ്പം രാജ്യത്തുള്ള ഇന്റർനാഷണൽ തരത്തിലുള്ള പത്രസമ്മേളനങ്ങളെല്ലാം അങ്ങനെ എഴുതി വായിക്കല. എന്താ അതിന്റെ കുഴപ്പം? അല്ല, എനിക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാ ഒരു രാഷ്ട്രീയ പ്രശ്നം ചോദ്യങ്ങൾ കുഴപ്പം എന്നോട് ചോദിച്ചെങ്കിൽ കുഴപ്പം വിസ്തീരിക്കാം. കുഴപ്പമൊന്നല്ല. ഞാൻ വി എസ് സുധാകരൻ്റെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കും പത്രസമ്മേളനം നമ്മൾ കണ്ടു. അന്നൊക്കെ ലൈവായിട്ടുള്ള വീഡിയോകളൊക്കെ ലൈവ് ടെലികാസ്റ്റ് ആരംഭിച്ചാണല്ലോ. വി എസ് എഴുതി വായിച്ചിരുന്നു. എഴുതി വായിച്ചതിന് ശേഷം സ്ക്രിപ്റ്റഡ് ചോദ്യങ്ങൾക്കല്ല വി എസ് മറുപടി പറഞ്ഞത്. പല ചോദ്യങ്ങളും എൻ്റെ അനുഭവം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാൻ നമുക്കല്ല പറയാം. പക്ഷേ എൻ്റെ അനുഭവം സ്ക്രിപ്റ്റഡായ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയും. അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് എണീച്ച് പോകുന്ന മുഖ്യമന്ത്രി പലതവണയും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. മാത്രം അദ്ദേഹം സ്ഥിരമായി പത്രസമ്മേളനം വിളിച്ചിരുന്നു 2 ഘട്ടത്തിൽ. ഒന്ന് കോവിഡിൻ്റെ സമയത്തും ഇലക്ഷൻ സമയത്തും. അല്ലാതെ ഒരു ദീർഘകാലം അദ്ദേഹത്തിന് തൊണ്ടാസുഖാന്നാന്ന് പറഞ്ഞെങ്കിൽ ദീർഘകാലം പത്രസമ്മേളനം പോലും വിളിക്കാതിരുന്ന കാലഘട്ടം ഈ 2ാമത്തെ ടൈമിലുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വേണം ഇല്ല എന്ന് പറയാം. ഞാൻ കണ്ട കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ തിരുത്തും ചെയ്യാം. പക്ഷേ അത് ഈ ഗവൺമെൻറ് സംഭവിക്കില്ല. നാളെ ഈ ഗവൺമെൻറ് നമ്മൾക്കൊരു ഗ്യാരണ്ടി കൊടുക്കണമെന്നില്ല. സംഭവിച്ചാൽ അത് അപ്പോൾ വിമർശിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ എന്നിരുന്നാലും 20 മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് വേറെ ഉണ്ടോ സർ? അല്ല ദാമോദർ സാറേ, ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയാ. 20 മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലോ ഇന്ത്യ രാജ്യത്തോ? മോഹൻലാൽ നടത്തിയ ഇന്റർവ്യൂ ആയിരുന്നു. ആയിക്കോട്ടെ, മോഹൻലാൽ ബാക്കി 19 അംഗീകരിച്ചാൽ മതി അജിംസ്. ബാക്കി 19 അംഗീകരിച്ചാൽ മതി അജിംസേ. മുഖ്യമന്ത്രി പത്രക്കാരെ കാണുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ളതും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളതും ആക്ഷേപം മാത്രമാണ്. അത് വെറും ആരോപണം മാത്രമാണ്. 1 മണിക്കൂർ പത്രസമ്മേളനത്തിൽ 40 മിനിറ്റ് ബാക്കി 20 മിനിറ്റ് ചോദ്യോത്തരവാണ്. കേരളം നിരാകരിച്ചു ഈ അഭിമുഖം. അതായത് മുൻ നമ്മുടെ നരേന്ദ്രമോദിയൊക്കെ നടത്തിയ ഈ സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങൾ പോലെ അതിനെ അനുകരിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ ഒരു ലൈഫ് ലൈനായി കഴിഞ്ഞ 10 വർഷം മാറുകയാണ്. ഗൗരവമുള്ള ചോദ്യമാണ് ചർച്ച വരുന്നത്. കാരണം ഒരു സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എത്രമാത്രം ജനാധിപത്യവാദിയായി ആ സ്ഥാനത്ത് തുടരും എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്.